2002 വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2002 വോട്ടർ പട്ടിക എന്ന പേരിൽ പറയപ്പെടുന്ന ചാർട്ടിൽ പേര് കാണുന്നില്ല. ഇങ്ങനത്തെ നിരവധി ആളുകൾ. എന്താണ് ഈ ആളുകളൊക്കെ ചെയ്യുക? ഇന്നിപ്പോ മീഡിയ വൺ ചാനലിൽ ഒരു MLA തന്നെ പ്രതികരിക്കുകയാണ്. അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ 2002 പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേര് കാണുന്നില്ല എന്നാണ്. പേരിൽ നടക്കുന്ന ആ പ്രവർത്തനങ്ങളിൽ വലിയ ആക്ഷേപം വോട്ടർമാർക്കുണ്ടായിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തന്നെ അത് ബോധ്യപ്പെടുക മാത്രമല്ല, ഞാൻ അനുഭവസ്ഥലമാണ്. അതായത് BLA കൊണ്ടുവരുന്ന വോട്ടർ പട്ടിക 2002 എന്നാണ് പറയുന്നത്. 2002 വോട്ടർ പട്ടിക യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക വന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷെ 2002 വോട്ട് ചെയ്യുക ഞാൻ ഉൾപ്പെടെ എന്റെ വീട്ടിലെ 4 വോട്ടുകൾ ഇല്ലാതായിരിക്കുക. ഈ വോട്ടർ പട്ടിക എന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഷീറ്റ് കാണുന്നില്ല. ഈ വോട്ടർ പട്ടിക എന്ന് പറയുന്നത് ഇവർ SIR വേണ്ടി കൊണ്ടുവരുന്നത് അത് യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടികയല്ല. വോട്ടർ പട്ടികയുടെ സംക്ഷിപ്തം ഇത് ഇലക്ഷൻ കമ്മീഷന്റെ വിശ്വാസത്തിൽ കാണിരിക്കുക. ഇത് യഥാർത്ഥത്തിൽ ഒരു വ്യാജ വോട്ടർ രേഖയായിട്ട് പരിഗണിക്കേണ്ടി വരും. യഥാർത്ഥത്തിലുള്ള വോട്ടർ പട്ടിക മലയാളത്തിലുള്ളത് അതുപോലെ ഇവരുടെ കൈവശമുള്ള ഇലക്ഷൻ കമ്മീഷന്റെ ഇതെല്ലാം കാണണമല്ലോ. ഉദ്യോഗസ്ഥന്മാരെല്ലാം ഫയലിൽ സൂക്ഷിക്കേണ്ട റെക്കോർഡ് ഫയലുകളിൽ ഇതെല്ലാം വെക്കണമല്ലോ. 2002 ആ വോട്ടർ പട്ടിക ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് എല്ലാവർക്കും കൊടുത്ത് അതുവഴി ഇത് പരിശോധന നടത്തണ്ടേ? രണ്ടാമത്തെ വിഷയം, ഇപ്പൊ ഇത് എന്നെ പോലുള്ളവർ പരാതി കൊടുത്തു, ഇത് യഥാർത്ഥത്തിലുള്ള ഭാവത്തിൽ പൂരിപ്പിച്ചു കൊടുത്തു, ഇതെല്ലാം മാറ്റിയെടുക്കാം. എന്നാൽ പാവപ്പെട്ടവരും സാധാരണക്കാരനും കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന്റെ പിന്നാലെ പോകാൻ സമയമുണ്ടാവും. സമയമില്ല എന്ന് മാത്രമല്ല, ഈ സമയം SIR വേണ്ടി തെരഞ്ഞെടുത്തത് ബോധപൂർവമാണ് എന്ന് നാട്ടുകാർ പറഞ്ഞാൽ പരാതി പറഞ്ഞാൽ അത് സത്യമാണ്. കാരണം പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടം ആ പ്രവർത്തനങ്ങളുമായി പാർട്ടി പ്രവർത്തകർ പോകുന്നു. ജനങ്ങൾ അതിന്റെ ഭാഗമായുള്ള വോട്ടർ പട്ടിക വരും, അതിനകത്ത് വോട്ട് കാണും, വോട്ട് ചെയ്യാം. ശരിയാണ്, ആ വോട്ടർ പട്ടികയിൽ വോട്ട് വരും, അത് ചെയ്യുകയും ചെയ്യും. പിന്നെ ഇത് പുതുക്കാൻ ആരെങ്കിലും പോകുമോ? ഇത് MLAക്ക് മാത്രമുണ്ടായ അനുഭവമല്ല, പലർക്കുമുണ്ട്. എന്റെ സഹോദരിയും അതുപോലെ സഹോദരിയുടെ ഭർത്താവും, അവരുടെ പേരും ഇതുപോലെ തന്നെ വോട്ടർ പട്ടികയിൽ കാണുന്നില്ല. അവർ വോട്ട് ചെയ്ത ആളുകളാണ്. പക്ഷെ ഇദ്ദേഹം അതൊക്കെ ശരിയാക്കി എടുക്കാൻ വേണ്ടി വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾ ഇത് പട്ടികയിൽ പേരില്ല എന്ന പേരിൽ ഈ ഫോമുകൾ സമർപ്പിക്കുകയാണല്ലോ ചെയ്യുന്നത്. എന്തായാലും ഗുരുതരമായ വിമർശനങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ അതുപോലെ ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഇതിന് പ്രത്യേകമായ പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരായ ജനങ്ങളൊക്കെ ഇപ്പോൾ പൂരിപ്പിച്ച് നൽകുകയാണ്. ഈ പട്ടികയിൽ അവരുടെ പേരില്ലെന്ന് പറഞ്ഞ് ഇപ്പോൾ പൂരിപ്പിച്ച് നൽകിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർ വിചാരിക്കുന്നത് ഇത് യഥാർത്ഥ വോട്ടർ പട്ടികയാണ്, 2002 പട്ടികയാണ് എന്നാണ്. ഇപ്പൊ MLA പറയുന്നത് അത് 2002 പട്ടിക അല്ല എന്നാണ്, അത് വ്യാജമാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. ജനങ്ങളിൽ ഈ ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ പട്ടികയുടെ കാര്യത്തിലുള്ള വിശ്വാസ്യതയും ഇപ്പോൾ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് ഇത് സുതാര്യമാക്കുക എന്നത് അനിവാര്യമാണ്. ചുരുങ്ങിയത് വോട്ട് ചെയ്ത ആളുകൾക്ക് പട്ടികയിൽ അവരുടെ പേരില്ല എങ്കിൽ അതിനുള്ള ഒരു അപേക്ഷ നൽകണമെന്ന വേണ്ടപ്പെട്ട അതോറിറ്റികളോ ഒരു വിജ്ഞാപനമെങ്കിലും നടത്തേണ്ടതുണ്ട്. കാരണം സാധാരണക്കാരായ ആളുകൾക്ക് ഇത് വ്യാജമാണോ യാഥാർത്ഥ്യമാണോ എന്ന് അറിയില്ല. അതുകൊണ്ട് ഇതിനൊരു പരിഹാരം എന്തായാലും വേണം. ഇങ്ങനെ പേരില്ലാത്ത ആളുകൾ ഫോം പൂരിപ്പിച്ച് നൽകുന്നതോടുകൂടെ അത് സ്ഥിരപ്പെടുകയാണ്. അങ്ങനെ പേരില്ലാത്തവരാണ് അവർ എന്ന് അവിടെ സ്ഥിരപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇപ്പോ അവര് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും നാളെ അവരുടെ പേര് പട്ടികയിൽ വരാൻ ഹിയറിംഗ് നടത്തുമ്പോൾ അവർ എത്ര പ്രയാസപ്പെടേണ്ടി വരും, അതിന്റെ പേരിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ഇത് വോട്ടർ പട്ടികയിലേക്കുള്ള പേര് നിർദ്ദേശിക്കലാണ് എന്ന് പറയുന്നുണ്ട് എങ്കിലും നാളെ സിറ്റിസന് വേണ്ടിയുള്ള ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടാണ് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ആളുകൾക്കാണ് ഇപ്പോൾ നിയമപരമായി സിറ്റിസൺ ഉള്ളത് എന്ന് പ്രഖ്യാപിക്കുകയും അല്ലാത്ത ആളുകളൊക്കെ സിറ്റിസൺ തെളിയിക്കാൻ വേണ്ടി അവരുടെ രേഖ സമർപ്പിക്കണമെന്നുള്ള ഒരു പ്രഖ്യാപനവും കൂടി വന്നു കഴിഞ്ഞാൽ ആളുകൾ ദുരിതത്തിലാകും. ഇവിടെ ജനിച്ച ആളുകൾ, ഇവിടെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അവര് തന്നെ ഇവിടെ ഞങ്ങളെല്ലാം ഇന്ത്യക്കാരാണ്, ഇവിടെ പൗരത്വമുള്ളവരാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി
ഓടി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ഒരു പ്രാവശ്യം ഇന്ത്യയിൽ ഒരു സിറ്റിസൺ രൂപപ്പെട്ടിട്ടുണ്ട് എങ്കിൽ പിന്നീട് അദ്ദേഹം ഒന്ന് തെളിയിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിന് ഉണ്ടാകാൻ പാടില്ല. ഒരുപക്ഷെ അന്നത്തെ സിറ്റിസൺ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ എല്ലാ കാലത്തും ഈ രേഖകൾ വെച്ച് ഇനിയും ഞാൻ എന്റെ പൗരത്വം തെളിയിക്കേണ്ടി വരും എന്ന് കരുതി ഇതൊക്കെ ഒരാൾ ബാക്കി വെച്ചുകൊണ്ടണമെന്നില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ അന്ന് പൗരത്വം ഉള്ള ഒരാളാണെങ്കിൽ അത് തള്ളിക്കളയാൻ ഇവിടെ ആർക്കാണ് അധികാരമുള്ളത്? അതുകൊണ്ട് സർക്കാരുകൾ അടിയന്തരമായ വിഷയത്തിൽ ഇടപെടേണ്ട സാഹചര്യമുണ്ട്.